ഹായ് മക്കളെ, അപ്പോൾ ട്രിനിറ്റി എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ കുറച്ച് ക്വസ്റ്റ്യനുകൾ, ഒരു 10 ക്വസ്റ്റ്യനുകൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക, നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അതായത് റീപ്രൊഡക്ഷനിൽ നമ്മൾ ആദ്യമായി പഠിച്ചത് ലൈഫ് സ്പാനെ കുറിച്ചായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്ഷൻ എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് മോഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. മോഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് ഫിഷൻ, ബഡിങ്, സൂസ്പോർ, കൊണീഡിയ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രണ്ട് രീതിയിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ. പിന്നീട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പഠിച്ചത്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഈവന്റുകൾ അതിനു മുമ്പ് നമ്മൾ പഠിച്ചു. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ 3 ഫേസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ജുവനൈൽ ഫേസ്, ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെന്റ് ഫേസ്. ഓക്കെ. പിന്നീട് നമ്മൾ പറഞ്ഞത് ഒരു ഓർഗാനിസം, ഓക്കെ, ആ ഓർഗാനിസത്തിനെ നോക്കിയാൽ അവന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന് 3 ഫേസുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. അവന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ഫേസുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷനിൽ ഗമറ്റോജെനിസിസും ഗമേറ്റ് ട്രാൻസ്ഫറും. ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിംഗമി. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റുകൾ ഏതൊക്കെയായിരുന്നു? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ് സൈഗോട്ട് ഉണ്ടാകുന്നു, എംബ്രിയോ ഉണ്ടാകുന്നു. പ്ലാന്റ്സുകളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? എൻഡോസ്പെർമുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വിവിപാരി പറഞ്ഞു, വിവിപാരി പറഞ്ഞു. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഫെർട്ടിലൈസേഷനും പറഞ്ഞു. പാർത്തനോജെനിസിസ് പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ ഭംഗിയായി നോക്കേണ്ടത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കൊള്ളുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറയുന്നത് which type of reproduction two parent is essential for reproduction? ഓക്കെ. ഏത് തരത്തിലെ റീപ്രൊഡക്ഷൻ ആണ് എന്തുണ്ടാകുന്നത്? 2 പാരന്റുകൾ വേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഏത് തരം റീപ്രൊഡക്ഷൻ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിലാണ് എന്ത് വേണ്ടത്? 2 തരത്തിലെ റീപ്രൊഡക്ഷൻ വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. ദി പ്ലാന്റ് which bear only one kind of spore. Okay, the plant which bear only one kind of spore during sporophytic stage are known as. അപ്പോൾ നോക്കിയേ, ഒരു പ്ലാന്റ് അവർ എന്ത് ചെയ്യുന്നു? ഒരു തരത്തിലെ സ്പോറുകളെ മാത്രമാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്കറിയാം ഒരു പ്ലാന്റിൽ ഒരു തരത്തിലെ സ്പോറുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ, അവന്റെ സ്പോറോഫൈറ്റിക് സ്റ്റേജിൽ ഒരു തരത്തിലെ സ്പോറുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹോമോസ്പോറസ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഹോമോസ്പോറസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ 2 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലൈഫ് സ്പാൻ ഓഫ് ആൻ ഓർഗാനിസം റെപ്രസെന്റ്. ലൈഫ് സ്പാൻ ഓഫ് ആൻ ഓർഗാനിസം റെപ്രസെന്റ്. ഓപ്ഷൻ നോക്കിക്കൊള്ളുക. പീരീഡ് ഫ്രം ബർത്ത് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി, പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്, പീരീഡ് ബിറ്റ്വീൻ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആൻഡ് ഡെത്ത്, പീരീഡ് അറ്റ് വിച്ച് റീപ്രൊഡക്ഷൻ ബിക്കം പോസിബിൾ. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്ഷൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് ദി പീരീഡ് ഫ്രം ബർത്ത് ടു natural death of an organism. Natural death of an organism is called എന്താണ്? ലൈഫ് സ്പാൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ നോക്കിയേ, നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ഓപ്ഷൻ ഏതാണ്? ബി, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. ദാറ്റ് ഈസ് പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം. Asexual reproduction in sponges is by. Asexual reproduction in sponges is by Conidia, zoospore, buds, gemmules. Okay. നോക്കിക്കൊള്ളുക, എന്താണ്? സ്പോഞ്ചസിനകത്തുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതെന്നാ ചോദ്യം അല്ലേ? അപ്പൊ സ്പോഞ്ചസിനകത്ത് കാണപ്പെടുന്നത് ഏതാണ്? ബഡിങ് ആണ്.
ഏത് തരത്തിലുള്ള ബഡിങ് ആണ്? അതെ, എൻഡോജീനസ് ബഡുകളാണ് അല്ലെ. എൻഡോജീനസ് ബഡുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എൻഡോജീനസ് ബഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ജമ്മ്യൂൾസ് എന്ന് വിളിക്കും. എന്താണ്? ജമ്മ്യൂൾസ്. ഓക്കെ ആണല്ലോ. എൻഡോജീനസ് ബഡുകളെ നമ്മൾ എന്താ വിളിക്കുക? ജമ്മ്യൂൾസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. The period of growth in animals before attaining maturity. Okay, ഒന്നുകൂടി വായിക്കുകയാണ്. The period of growth in animals before attaining maturity. ഓപ്ഷൻസ് ഇതാണ്: vegetative phase, aging, senescent and juvenile phase. അപ്പോൾ നോക്കിയേ, മെച്ചൂരിറ്റി പീരിയഡ് ഓഫ് ഗ്രോത്ത് ബിഫോർ അറ്റൈനിങ് മെച്ചൂരിറ്റി എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ആനിമൽസിൽ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം? ജുവനൈൽ ഫേസ് എന്ന് വിളിക്കാം. എന്താണ്? ജുവനൈൽ ഫേസ് എന്ന് വിളിക്കാം. ആനിമൽസിൽ ആയതുകൊണ്ട് ഏതാണ്? ജുവനൈൽ ഫേസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ദി സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം വിച്ച് അണ്ടർഗോ മിയോസിസ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ മിയോസിസ് നടത്തുന്ന സെല്ലുകൾ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അതിന് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമോ മക്കളെ? ഓപ്ഷൻ തന്നിരിക്കുന്നത് പോളൻ ടെട്രാഡ്, പോളൻ സെല്ല്, ആൻഡ്രോസൈറ്റ് ആൻഡ് മിയോസൈറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതേതാണ്? മിയോസൈറ്റുകളാണ്. മിയോസൈറ്റുകൾക്കാണ് എന്ത് നടക്കുക? മിയോസിസ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മിയോസിസ് നടക്കുന്ന സെല്ലുകൾ ഏതാണ്? മിയോസൈറ്റുകൾ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ മിയോസൈറ്റിന്റെ പ്ലോയിഡ് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അവ എന്ത് ചെയ്യുന്നു? മിയോസിസ് നടത്തുമ്പോൾ ഗമീറ്റുകൾ എന്തായി മാറും? ഹാപ്ലോയിഡ് ആയി മാറും. ഓക്കെ ആണോ മക്കളെ? ഇനി അടുത്ത ചോദ്യം ഇതാണ്: ദി പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ജനറലി ജനറേറ്റ്. ദി പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ജനറലി ജനറേറ്റ്. ഓപ്ഷൻ: ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ, ലാർജ് ബയോമാസ്, ലോങ്ങർ വയബിലിറ്റി ഓഫ് സീഡ്, പ്രൊലോങ്ഡ് ഡോർമൻസി. 2013 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രോഡക്റ്റ് എന്താണ് എന്നാ ചോദ്യം അല്ലേ. അപ്പോൾ അതിനകത്ത് ഉത്തരം കൃത്യമായിട്ട് അതിനകത്തുണ്ട്. എന്താണ്? നമുക്കറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? വേരിയേഷനുകൾ ഉണ്ടാവും അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടാകും? വേരിയേഷനുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ. ഏതാണ്? ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ. അടുത്ത ചോദ്യം നോക്കിക്കോളുക. Which one of the following statement is not correct? മക്കളെ, 2016 നീറ്റ് ഫേസ് 2 ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. Which of the following statement is not correct? Option: offerings produced by asexual reproduction are called clone. 2. Microscopic motile asexual reproductive structures are called zoospore. Okay. 4. In banana, potato and ginger, the plantlets arise from the internode present in the modified stem. അടുത്ത ഓപ്ഷൻ: water hyacinth growing in standing water drains oxygen from the water that leads to the death of the fish. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താ ഒന്നാമത്തെ ഓപ്ഷൻ വന്നത്? ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ കോൾഡ് ക്ലോൺ അല്ലേ. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങുകളെ എന്താ വിളിച്ചത്? ക്ലോൺ എന്നാ വിളിക്കുന്നത്. ആണല്ലോ. ക്ലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്ലോൺ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് മൈക്രോസ്കോപ്പിക് മോട്ടൈൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സൂസ്പോർ. സത്യം എന്താണ്? സൂസ്പോർ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണ്, മോട്ടൈൽ ആണ് അല്ലേ. ഇതാരല്ല കാണപ്പെടുന്നത്? നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ക്ലാമിഡോമോണസ്. ഓക്കെ ആണല്ലോ. ക്ലാമിഡോമോണസിനകത്താണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ പൊട്ടറ്റോ, ബനാന, ജിഞ്ചർ ദ പ്ലാന്റ്ലെറ്റ്സ് അറൈസ് ഫ്രം ഇന്റർനോഡ്. അതാണ് എന്ത്? ഇൻകറക്റ്റ്. ഇന്റർനോഡിൽ നിന്നല്ലല്ലോ. ചില ആളുകളിലൊക്കെ എന്താ ആക്സിലറി ബഡുകൾ മോഡിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. സോ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ മക്കളെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് എന്ന് നോക്കിക്കൊള്ളുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? അപ്പോൾ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന പെയറുകൾ ഏതൊക്കെയാണ്? ഒണിയൻ ബൾബ്, ജിഞ്ചർ സക്കർ, ക്ലാമിഡോമോണസ് കൊണിഡിയ, ഈസ്റ്റ് സൂസ്പോർ. ഇങ്ങനെ 4 എണ്ണമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, ഒണിയൻ അപ്പോൾ കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. അപ്പോൾ നോക്കിയാൽ ഒണിയൻ എന്ത് തന്നെയാണ്? നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ
എന്തല്ല സക്കർ അല്ല. ജിഞ്ചർ ഏതാണ്? ജിഞ്ചർ എന്ന് പറയുന്നത് റൈസോം ആണ് അല്ലെ, റൈസോം ആണ് ജിഞ്ചർ. ഇനി നോക്കിയേ, ക്ലാമിഡോമോണസിനകത്ത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഏതാണ്? സൂസ്പോർ ആണ്. ക്ലാമിഡോമോണസിനകത്ത് സൂസ്പോർ ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് സൂസ്പോറുകളല്ല. ഈസ്റ്റിനകത്ത് എന്താ നടക്കുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐസോഗ്യമീറ്റ്സ് ആർ സീൻ ഇൻ. ഐസോഗ്യമീറ്റുകൾ, ഐസോഗ്യമീറ്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് എന്താ വിളിക്കാം? ഹോമോഗ്യമീറ്റ്സ് എന്ന് വിളിക്കാം അല്ലേ. ഐസോഗ്യമീറ്റ്സ് എന്ന് പറഞ്ഞാൽ they produce only one type, sorry, gametes, both the gametes are morphologically and physiologically similar. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോഗ്യമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐസോഗ്യമീറ്റ്സിന് നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, that is ക്ലാഡോഫോറ. നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? ക്ലാഡോഫോറ. സോ ദ ആൻസർ ഈസ് ക്ലാഡോഫോറ. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. എന്താണ് അടുത്ത ചോദ്യവും? ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. തന്നിരിക്കുന്നതിൽ ഏതാണ് നോക്കിക്കോളൂ, തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം. കൊണീഡിയ, പെൻസിലിയം, ഓഫ്സെറ്റ്, വാട്ടർ ഹയാസിൻ, റൈസോം, ബനാന, ബൈനറി ഫിഷൻ, സർഗാസം. നോക്കിക്കേ, നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് അല്ലേ. അപ്പോ ഒന്നാമത്തേത് കൊണീഡിയ, പെൻസിലിയം. കൊണീഡിയയിൽ എന്ത് തന്നെയാണ്? കൊണീഡിയ എന്താ? പെൻസിലിയം ആണ് എന്ത് കാണിക്കുന്നത്? കൊണീഡിയ കാണിക്കുന്നത്. ഓഫ്സെറ്റ്, വാട്ടർ ഹയാസിൻ, ശരിയാണല്ലോ. റൈസോം ഉദാഹരണമാണ് ബനാന. പിന്നെ ബൈനറി ഫിഷൻ സർഗാസമല്ല. ബൈനറി ഫിഷൻ എന്തല്ല? സർഗാസമല്ല. സർഗാസത്തിലേക്ക് എന്താ നടക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. സർഗാസം എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്. ഓക്കെ, സർഗാസോസി എന്ന് പറയുന്ന പ്രതിഭാസത്തിന് കാരണക്കാരനായ ആൽഗയാണ് സർഗാസം. എന്താണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ പഠിച്ചത് ആനിമൽ ഹസ്ബൻഡറി. ഓക്കെ, ഓക്കെ മക്കളെ. അപ്പോൾ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഫോർ ടേക്കിംഗ് കെയർ ആൻഡ് റെയറിംഗ്, ബ്രീഡിംഗ് ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലേ. ഡൊമസ്റ്റിക് ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രീഡ് ചെയ്യുകയും അതിനെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആനിമൽ ഹസ്ബൻഡറി. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഡയറി ഫാം മാനേജ്മെന്റ് ആണ്. ഓർമ്മയുണ്ടോ? ഡയറി ഫാം മാനേജ്മെന്റിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഡയറി ഫാം മാനേജ്മെന്റിന്റെ സ്റ്റെപ്പുകൾ? ഗുഡ് ബ്രീഡ്, പ്രോപ്പർ കെയർ, പിന്നെ എന്താണ്? ഫീഡിംഗ്, ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ ആൻഡ് റെഗുലർ ഇൻസ്പെക്ഷൻ അല്ലേ. അപ്പൊ ഇതായിരുന്നു എന്ത്? ഡയറി ഫാം മാനേജ്മെന്റ് സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പൊ ഡയറി ഫാം മാനേജ്മെന്റ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഡീലിംഗ് വിത്ത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അല്ലേ. പാലുൽപ്പന്നങ്ങളെയും പാലും ഒക്കെ ഉള്ള എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറി ഫാം മാനേജ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. പക്ഷെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒന്നാണ് എന്ത്? ആനിമൽ ബ്രീഡിംഗ് മെത്തേഡുകൾ അല്ലേ. ആനിമൽ ബ്രീഡിംഗ് മെത്തേഡുകളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോ ആനിമൽ ബ്രീഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ദാറ്റ് ഈസ് ഇൻബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ഓക്കെ, ബ്രീഡിംഗ് മെത്തേഡുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഇൻബ്രീഡിങ്ങും ഔട്ട് ബ്രീഡിങ്ങും. ഓക്കെ, അപ്പൊ ഇൻബ്രീഡിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മേറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം ബ്രീഡിലെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ മീറ്റിംഗ് ആയിരുന്നു എന്ത്? ഇൻബ്രീഡിംഗ് എങ്കിൽ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മീറ്റിംഗ് ഓഫ് റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ മീറ്റിംഗ് ഓഫ് അൺറിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. ഇതാണ് ഇൻബ്രീഡിംഗ്. അപ്പൊ ഇൻബ്രീഡിങ്ങിനകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? ഇൻബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ. ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്യുവർ ലൈൻ ആയി മാറുന്നു. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി
ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. +2 ക്ലാസ്സുകളിലെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.